ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഞ്ജന കെ വി. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് അയോണിക ബന്ധനം? ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. എന്താണ് അയോണിക സംയുക്തങ്ങൾ? അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ് സഹസംയോജക ബന്ധനം? ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. സഹസംയോജക ബന്ധനം പൊതുവെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. 1 ഏകബന്ധനം, 2 ദ്വിബന്ധനം, 3 ത്രിബന്ധനം. ഏകബന്ധനം തന്മാത്രാ രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവെക്കുന്നതിനെ ഏകബന്ധനം എന്ന് പറയുന്നു. തന്മാത്രാ രൂപീകരണത്തിൽ 2 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത് ദ്വിബന്ധനം. 3 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നതെങ്കിലോ അത് ത്രിബന്ധനം. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കാം. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്.